നമ്മുടെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൈ നനയ്ക്കാതെ എന്താ പറയാനാ ഓസ്ട്രേലിയൻ അവധി വന്നാന്ന് പറയുന്നുണ്ടോ. ചക്ക വഴുവിലും വെട്ടാതെ വെറുതെ ചക്കപ്പഴം തിന്നുന്നവരെ കണ്ടിട്ടുണ്ടോ? ആൽഫി തിന്നിടുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നൈറ്റിൽ ഞങ്ങൾക്ക് വേറൊരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഫുഡ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവരുടെ വിചാരം നമ്മൾ കപ്പയും മീനും മാത്രം കഴിക്കുള്ളൂ എന്നുള്ളതാണ്. അതൊന്നുമല്ല, നമ്മൾ നല്ല ഡെലീഷ്യസ് ഫുഡ് കഴിക്കും. നമുക്കറിഞ്ഞൂടെ കപ്പ പൊളിക്കുന്ന ധൃതിയാണ് കേട്ടോ. പറയാതെയാണ് ചെന്നത്. ഓൺ ബ്ലഡ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ഇറക്കി വിടത്തില്ല. വേറെ എങ്ങും പോയേക്കരുത് കേട്ടോ. ചെല്ലുന്ന സ്പീഡിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. 4 കഷ്ണം കപ്പയുണ്ട്, 4 പേരുമുണ്ട്. എന്തൊരു ധൃതിയാന്ന് നോക്കിയേ. വെല്ലുവള്ളിയിൽ നേർച്ചയിടുന്ന തിരക്കാണ് അവിടെ. എൻ്റെ അമ്മ എന്തെങ്കിലും ആട്ടെ. പക്ഷെ ഞാൻ ക്യാമറ താഴെ വെക്കത്തില്ല കേട്ടോ. ക്യാമറ താഴെ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പണി റെഡിയാണ്. അവിടുത്തെ കളി കണ്ടെത്തോന്നി ഈ ആശാരിമാരില്ലേ, ആരെയും കാണുമ്പോഴത്തേക്ക് ഉളിയിട്ട് തട്ടി തട്ടി എന്തൊരു തിക്കും തിരക്കാണ് അവിടെ എന്ന് പറഞ്ഞതുപോലെയാണ്. കപ്പ മാത്രമേ നമ്മൾ തിന്നുള്ളെന്ന് എല്ലാവരും ഇങ്ങനെ ഉറച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ അത് മാറ്റി എഴുതാൻ ഈ പ്രാവശ്യം അതായാലും സമയമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യമാകട്ടെ. അപ്പോൾ കപ്പ മാത്രം പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേ പേര് രാത്രിയിൽ കുളത്തിലേക്ക് ഓടി. എന്തിനാണെന്നറിയാമോ? അവിടെ വളർത്തുന്ന മീനിനെ പിടിച്ച് പൊള്ളിക്കുകയോ വറക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അങ്ങനെ വളരെ സാഹസികമായിട്ട് മീനിനെ പിടിച്ച് ചട്ടിയിലിടുകയാണ്. അവറ്റകൾ കണ്ണും വായും ഒക്കെ തുറന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല. കാരണം പനങ്ങളിലും തെങ്ങുകളിലും ഒക്കെ വന്ന് ഇതും പൊള്ളിക്കുകയോ വറക്കുകയോ ഒക്കെ ചെയ്തൊന്ന് കഴിക്കണമല്ലോ. അപ്പോഴത്തേക്കും അവറ്റകളെല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ അന്ത്യശ്വാസം ഇടാനായിട്ട് അതിനെ അങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് പിടിക്കാതിരിക്കാൻ പറ്റുമോ? പാവം. എന്തായാലും എനിക്ക് പാവം തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ ബയോളജിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ഇതുവരെ മീനിനെ കാണാത്ത മട്ടില്ല. നമ്മുടെ അവസ്ഥയാണ് അവധി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഈ ചട്ടി പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥയാണ് നമുക്ക്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരെയും കാണാം, കപ്പയും മീനും ഒക്കെ തിന്നാം, വലിയൊരു ഉണ്ടാക്കി തരും. അങ്ങനെ വണ്ടിയെ തീർച്ചയായിട്ടും മഴക്കൊണ്ട് നടക്കാം. അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടല്ലേ. ഈ മീൻ എങ്ങനെ കിടന്നാണോ ഹെൽപ്പിന് വേണ്ടി യാചിക്കുന്നത്, അതുപോലെയല്ലേ നമ്മളും അവധി കഴിഞ്ഞ് പോരുമ്പോൾ അയ്യോ പോരണ്ട പോരണ്ട എന്നൊക്കെ തോന്നും. പക്ഷെ പോരാതിരിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. ചാലക്കുടി ചന്തയിൽ മീൻ മേടിക്കാൻ പോയ പാട്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ ചട്ടിക്കകത്തുള്ള ചാലക്കുടി ചന്തയിലേക്കാളും നല്ല മീനുണ്ട്. അയ്യോ, ഇത് കൊന്നാ പാവം തിന്നാ തീരുമെന്നല്ലേ. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. ഈ വിറ്റുകളെല്ലാം കൊന്ന് വറുത്ത് തിന്ന് കഴിയുമ്പോൾ ആ പാവം അങ്ങ് തീർന്നുള്ളൂ. അയ്യോ, എന്നാലും നമുക്കൊരു ദയ തോന്നുന്നുണ്ട് അതിനോടല്ലേ. അങ്ങനെ അയ്യോ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി ഒരു സന്തോഷിക്കാൻ ഇല്ല കേട്ടോ. അവധി അത്രയും നല്ല ദിവസങ്ങളായിരുന്നു. അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇനി കിടക്കട്ടെ. അപ്പോഴേക്കും ആശാരിമാരുണ്ടല്ലോ ഉളി തട്ടി ഓടിച്ചു, എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ആരെന്തുണ്ടാക്കിയാലും ശരി ക്യാമറ ഞാൻ താഴെ വെക്കത്തേയില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉള്ളി പൊളിക്കലെങ്കിലും കിട്ടും. അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. പക്ഷേ ടേബിളിൽ ഒന്നാമത് പോകുമ്പോഴേക്കും ക്യാമറ ഒക്കെ താഴെ വെക്കും. അതാണ് എൻ്റെ ഒരു കളി. അങ്ങനെ എല്ലാവരും തിരക്കിട്ട പണിയാണ്. പക്ഷേ കുറേ പേരുണ്ടല്ലോ വൈനിനകത്ത് നാരങ്ങയും ഫ്രൂട്ട്സും എന്ന് വേണ്ട ഉപ്പുമുളകും ഒക്കെ ചേർത്ത് കൊണ്ടുവന്നു. അതൊക്കെ ഞങ്ങളങ്ങ് കുടിച്ച് എൻജോയ് ചെയ്യണം. അപ്പോഴത്തേക്ക് മീനും പൊള്ളിച്ച് കഴിഞ്ഞു. അയ്യോ, കൊന്നാ പാവം തിന്നാ തീരും.